റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 ആയിട്ട് ഫിഖിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങളത് പോയി കാണണം. ഈ വീഡിയോയിൽ നമുക്ക് നോക്കുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നജസിൻ്റെ ഒരു 3 ഇനങ്ങൾ പഠിച്ചിരുന്നു. ആ 3 ഇനങ്ങളിൽ പെടുന്ന നജസ്സുകൾ ഏതൊക്കെയെന്നാണ് ഇവിടെ ആദ്യമായിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇനം മുഗല്ലദാണല്ലോ. മുഗല്ലദിൽ ഏതൊക്കെ പെടുക? നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ. ഈ 3 കാര്യങ്ങളാണ് മുഗല്ലദ് പെടുക അല്ലേ. മുഗല്ലദ് പറഞ്ഞാൽ കഠിനമായ നജസ്സാണ്. നമുക്ക് അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 7 വട്ടം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് എല്ലാതും കൂടി ഒന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ അതിൽ രണ്ടാമത്തെ നജസിൻ്റെ ഇനങ്ങളിൽ രണ്ടാമത്തേത് മുത്തവസ്സിത്താണ് അല്ലേ. മുത്തവസ്സിത്ത് പറഞ്ഞാൽ മധ്യനിലയിലുള്ളത് എന്നാണ്. മധ്യനിലയിലുള്ളത് അതേതൊക്കെയാണ്? മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മതിയ്, വതിയ്. പിന്നെ ഇത് ഒന്നായിട്ടാണുള്ളത്. മനുഷ്യൻ അങ്ങനെ ഓരോന്ന് എഴുതിക്കരുത്. ഇത് മുഴുവനായിട്ടൊന്നാണ്. മനുഷ്യൻ, മത്സ്യം, ജറാദ്, ഇവല്ലാത്തവിൻ്റെ ശവം. പിന്നെ ലഹരി ദ്രാവകങ്ങൾ. ഇതൊക്കെയാണ് മുത്തവസ്സിത്തായ നജസിൽ പെടുക. ഇത് ശുദ്ധിയാക്കണമെങ്കിൽ എങ്ങനെ? നിറം, മണം, പിന്നെ രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ മുഖഫഫ് അല്ലേ, മൂന്നാമത്തത് മുഖഫഫാണ്. മുഖഫഫ് പറഞ്ഞാൽ ലഘുവായത്, അങ്ങനെയുള്ള പഠിച്ചത്. ഏതാണത്? പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം. അതാണ് മുഖഫഫായ നജസ്. ഈ മൂത്രം ആയ സ്ഥലത്തേക്കാൾ കൂടുതൽ എന്തിതമായി? മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി, കഴുകേണ്ടതില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 നജസിൻ്റെ 3 ഇനങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഉൾപ്പെടുന്ന നജസുകൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ ശുദ്ധിയാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിൻ്റെ ഷോർട്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് അത് വിശദമായിട്ട് പഠിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 5ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു കാര്യം വന്നിരുന്നു. ഇതും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് പന്നിയുടെ രക്തം. ഇത് കുറഞ്ഞത് പൊറുക്കപ്പെടും, കൂടുതൽ പൊറുക്കപ്പെടുകയില്ല. ഇതിലേതാണ്? പൊറുക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ പന്നി, നായ, പന്നി എന്ന് പറഞ്ഞാൽ മുഗല്ലദാണല്ലോ. മുഗല്ലദിന്ന് എത്ര കുറച്ചാണെങ്കിലും അത് പൊറുക്കപ്പെടില്ല. അപ്പോൾ 1 കഴിഞ്ഞു, പന്നിയുടെ രക്തം. ഇനി രണ്ടാമത്തെ എന്താണ്? ഹൈള് രക്തം. ഹൈള് രക്തത്തിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും, കൂടുതൽ പൊറുക്കപ്പെടുകയില്ല. കുറഞ്ഞത് പൊറുക്കപ്പെടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈള് രക്തത്തിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും. അപ്പോൾ അതാണ്. പിന്നെ മൂന്നാമത്തത് മുഖക്കുരു ഞെക്കിയുള്ള രക്തം. മുഖക്കുരു ഞെക്കിയുള്ള രക്തം, അത് കുറഞ്ഞത് പൊറുക്കപ്പെടും, കൂടുതൽ പൊറുക്കപ്പെടുകയില്ല. ഏതാണ്? കുറഞ്ഞത് പൊറുക്കപ്പെടും. മുഖക്കുരു ഞെക്കിയുള്ള രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും. ഇനി 4ാമത്തത് മൂട്ടയുടെ രക്തം. മൂട്ടയുടെ രക്തം ഏതാണ്? അത് കൂടുതൽ പൊറുക്കപ്പെടും. കാരണം മൂട്ടയുടെ രക്തം എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടും. അത് അതിനെ മാത്രമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എത്ര കൂടുതലുണ്ടെങ്കിലും പൊറുക്കപ്പെടും. 5 വഴിയിലെ നജസ് ഉറപ്പുള്ള ചളി. വഴിയിലെ നജസാണെന്ന് ഉറപ്പുള്ള ചളിയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ കുറഞ്ഞത് പൊറുക്കപ്പെടും. 6ാമത്തത് കൊതുകിൻ്റെ രക്തം. കൊതുകിൻ്റെ രക്തം നേരത്തെ മൂട്ടയുടെ രക്തം പറഞ്ഞ അതേപോലെ തന്നെയാണ് കൊതുകിൻ്റെ രക്തം. കൂടുതൽ പൊറുക്കപ്പെടും. കാരണം അത് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളാണ് കൊതുകും മൂട്ടയ്ക്ക്. അതുകൊണ്ട് അത് കൂടുതൽ പൊറുക്കപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ്. പന്നിയുടെ രക്തം പൊറുക്കപ്പെടുകയില്ല. ഹൈള് രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും. മുഖക്കുരു ഞെക്കിയുള്ള രക്തം കുറഞ്ഞത് പൊറുക്കപ്പെടും. മൂട്ടയുടെ രക്തം കൂടുതൽ പൊറുക്കപ്പെടും. വഴിയിലെ നജസ് ഉറപ്പുള്ള ചളി കുറഞ്ഞത് പൊറുക്കപ്പെടും. കൊതുകിൻ്റെ രക്തം
കൂടുതൽ പൊറുക്കപ്പെടും. അപ്പോൾ അതിങ്ങനെ പരീക്ഷയ്ക്ക് വന്നോളണമെന്നില്ല, പക്ഷേ ചോദ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റേ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനോ അങ്ങനെയൊക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് വരാനൊക്കെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതുകൂടി മനസ്സിലാക്കുക. പിന്നെ അടുത്തത് പ്രധാനമായിട്ട് പറയുന്നത് മിസ്വാക്ക് മുഅക്കദായ സുന്നത്തുള്ള സന്ദർഭങ്ങളാണ്. മിസ്വാക്ക് പറഞ്ഞാൽ ബ്രഷ് ചെയ്യൽ മുഅക്കദായ സുന്നത്തുള്ള സമയങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതേതൊക്കെ? എല്ലാ നിസ്കാരത്തിനും, പിന്നെ എല്ലാ വുളൂഇനും, ഇപ്പോൾ 2 3 ഖുർആൻ ഹദീസ് ശർഈയായ ഇൽമ് എന്നിവയുടെ പാരായണത്തിന്, 4 വായ പകർച്ചയായ സമയത്ത്, 5 ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ, 6 ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, 7 മരണമാസന്നമായ അവസരത്തിൽ. ഇങ്ങനെ ഈ 7 കാര്യങ്ങൾ മിസ്വാക്ക് അഥവാ ബ്രഷ് ചെയ്യൽ സുന്നത്തുള്ള സന്ദർഭങ്ങളാണ്, സമയങ്ങളാണ്. ഇനി അടുത്ത് നോക്കൂ, ഹൈലോ നിഫാസോ ഉള്ള അവസരം ഹറാമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഹൈലോ നിഫാസൊക്കെ ഉള്ള സമയത്ത് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റൂല? നിസ്കാരം പറ്റൂല, നോമ്പ് പറ്റൂല, സുജൂദ് ചെയ്യാൻ പറ്റൂല, തവാഫ് പറ്റൂല, മുസ്ഹഫ് തൊടൽ ചുമക്കൽ പറ്റൂല, ഖുർആൻ ഓതൽ പറ്റൂല, പള്ളിയിൽ താമസിക്കൽ പറ്റൂല, സംയോഗം അതേപോലെ മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ ഇണങ്ങി ചേരൽ പറ്റൂല, തൊലാഖ് ചൊല്ലൽ പറ്റൂല, അവരെ തൊലാഖ് ചൊല്ലൽ. 9 കാര്യങ്ങൾ ഹൈലോ നിഫാസോ ഉള്ള അവസരം ഹറാമായ 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 നിസ്കാരം, 2 നോമ്പ്, 3 സുജൂദ്, 4 തവാഫ്, 5 മുസ്ഹഫ് തൊടൽ ചുമക്കൽ, 6 ഖുർആൻ ഓതൽ, 7 പള്ളിയിൽ താമസിക്കൽ, 8 സംയോഗം മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ ഇണങ്ങിച്ചേരൽ, 9ാമത്തത് അവരെ തൊലാഖ് ചൊല്ലൽ. ഈ 9 കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇവിടെ പറയുന്നത് സക്കാത്തിൻ്റെ അവകാശികളാണ്. സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്? 1 ഫക്കീറുകൾ, 2 മിസ്കീനുകൾ, 3 സക്കാത്തിൻ്റെ പ്രവർത്തകർ, 4 നവമുസ്ലിങ്ങൾ, 5 അടിമത്ത മോചന കരാറുകൾ ചെയ്തവർ, 6 കടമുള്ളവർ, 7 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സേവനമായി യുദ്ധം ചെയ്യുന്നവർ, 8 മുസാഫിറുകൾ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ. അപ്പോൾ ഇങ്ങനെ 8 അവകാശികളാണ് സക്കാത്തിനുള്ളത്. ഫക്കീറുകൾ, മിസ്കീനുകൾ, സക്കാത്തിൻ്റെ പ്രവർത്തകർ, നവമുസ്ലിങ്ങൾ, അടിമത്ത മോചന കരാറുകൾ ചെയ്തവർ, കടമുള്ളവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സേവനമായി യുദ്ധം ചെയ്യുന്നവർ, മുസാഫിറുകൾ. ഇനി അതുപോലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കളാണ്. ഏതൊക്കെ വസ്തുക്കളിലാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്, ഏതൊക്കെ വസ്തുക്കളിലാണ് സക്കാത്ത് നിർബന്ധമാവുക എന്നാണ് പറയുന്നത്. 1 വെള്ളിയാണ്, 2 പൊന്ന്, പിന്നെ 3 അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട്, റിയാൽ, ഡോളർ മുതലായവ, 4 ധാന്യങ്ങളിൽ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതൊക്കെ, 5 പഴങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവ, 6 മൃഗങ്ങളിൽ ആട്, മാട്, ഒട്ടകം എന്നിവ, പിന്നെ 7ാമത്തത് കച്ചവട ചരക്കുകൾ. അപ്പോൾ ഇതിലൊക്കെയാണ് എന്ത്? സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കൾ. അപ്പോൾ വെള്ളി, പൊന്ന് അല്ലേ? പൊന്ന് പറഞ്ഞാൽ സ്വർണ്ണം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പുസ്തകത്തിൽ പറഞ്ഞത് അതേപോലെ ഇവിടെ പറഞ്ഞതെന്ന് മാത്രം. പിന്നെ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട്, റിയാൽ, ഡോളർ, ഇതിലൊക്കെ സക്കാത്ത് നിർബന്ധമാകും. പിന്നെ ധാന്യങ്ങളിൽ ഏതാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്നതാണ്, അരി, ഗോതമ്പ് പോലത്തെ ഒക്കെ ഏതാണോ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അത്. പിന്നെ പഴങ്ങളിൽ ഏതൊക്കെ? കാരക്ക, മുന്തിരി, കുറേ ആപ്പിൾ, ഓറഞ്ച് അങ്ങനെ പഴങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ എല്ലാത്തിലും സക്കാത്ത് നിർബന്ധമില്ല. കാരക്കയിലും മുന്തിരിയിലും മാത്രമാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. അപ്പോൾ പഴങ്ങളിൽ കാരക്ക, മുന്തിരി. അപ്പോൾ ശ്രദ്ധിക്കണം, പഴങ്ങളിൽ കാരക്ക, മുന്തിരി അല്ലേ? ഇനി മൃഗങ്ങളിലാണെങ്കിലോ, മൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സക്കാത്ത് നിർബന്ധമാകുന്ന മൃഗങ്ങൾ മാടിലും അതേപോലെ ഒട്ടകം, ആട്, മാട്, ഒട്ടകം അല്ലേ? ഇതിലൊക്കെയാണ് മൃഗങ്ങൾ സക്കാത്ത് നിർബന്ധമാവുക. പിന്നെ ലാസ്റ്റ് കച്ചവട ചരക്കുകളിൽ. ഇനി ഇവിടെ പറയുന്ന അടുത്തത് നോമ്പ് സുന്നത്തായ ദിവസങ്ങളാണ്. നോമ്പ് സുന്നത്തായ ദിവസങ്ങൾ ഏതൊക്കെയാണ്? അറഫ ദിവസം, പിന്നെ മുഹറം 9, 10, പിന്നെ ശവ്വാലിൽ 6 ദിവസം, പിന്നെ എല്ലാ അറബി മാസവും 13, 14, 15, 28, 29, 30 എന്നീ തീയതികളിൽ, പിന്നെ തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ. അപ്പോൾ അറഫ ദിവസം, ഒന്നിവിടെ പറയുന്ന അറഫ ദിവസമാണ്. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 എന്ന് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ ഇനിയിപ്പോൾ അറഫ ദിവസം എന്ന് കൊടുത്താലും ദുൽഹിജ്ജ 9 ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി, രണ്ടും കൂടി എഴുതണമെന്നൊന്നുമില്ല. പിന്നെ മുഹറം 9നും 10നും നോമ്പ് സുന്നത്താണ്. പിന്നെ ശവ്വാലിൽ 6 ദിവസം, പിന്നെ എല്ലാ അറബി മാസം 13, 14, 15, 28, 29, 30 ഈ തീയതികളിലൊക്കെ നോമ്പ് സുന്നത്താണ്. പിന്നെ എല്ലാ തിങ്കൾ, വ്യാഴം ഈ ദിവസങ്ങളിലൊക്കെ നോമ്പ് സുന്നത്താണ്. അതും കൂടി മനസ്സിലാക്കുക.
പിന്നെ നോമ്പ് അടുത്ത് പറയുന്നത് നോമ്പ് ഹറാമായ ദിവസങ്ങൾ. നേരത്തെ പറഞ്ഞത് നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ്. അഥവാ ഈ ദിവസങ്ങളിലൊക്കെ നോമ്പ് പറ്റാലും സുന്നത്ത് കിട്ടും. എപ്പോൾ നോമ്പ് പറ്റാലും സുന്നത്ത് കിട്ടും. എന്നാൽ 3 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ ഹറാമാണ്, നോമ്പ് നോൽക്കാൻ പാടില്ല. അതൊന്ന് 2 പെരുന്നാൾ ദിവസമാണ്, അഥവാ ചെറിയരുന്നാക്കും വലിയരുന്നാക്കും നോമ്പ് നോൽക്കരുത്. 2 അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങളാണ്. ദുൽഹിജ്ജ 11, 12, 13 ഇവിടെ പറയുന്നില്ല, നിങ്ങൾ അയ്യാമു തശ്രീക്കിൻ്റെ എന്ന് എഴുതിയാൽ മതി. പിന്നെ 3-മത്തത് ഷെക്കിൻ്റെ ദിവസമാണ്. പെരുന്നാളാണോ അല്ലേ നോമ്പാണോ പെരുന്നാളാണോ എന്ന് ഉറപ്പില്ലാത്ത സംശയമുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ എന്താണ്, ഹറാമാണ്. അപ്പോൾ നോമ്പ് നോൽക്കൽ ഹറാമായ ദിവസങ്ങൾ 3 2 പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീക്ക്, ഷെക്കിൻ്റെ ദിവസം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്തൊന്ന് പറയുന്നത് ഹജ്ജിൻ്റെ മീക്കാത്തുകളാണ് പറയുന്നത്. ഹജ്ജിൻ്റെ മീക്കാത്തുകൾ അഥവാ ഇഹ്റാം ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. 1 യലംലം, 2 ദുൽഹുലൈഫ, 3 ജുഹഫ, 4 ഖർനുൽ മനാസിൽ, 5 ദാത്തു ഇർഖ്. അപ്പോൾ ഈ 5 സ്ഥലങ്ങൾ ആണ് ഹജ്ജിൻ്റെ മീഖാത്തുകൾ. യലംലം, ദുൽഹുലൈഫ, ജുഹഫ, ഖർനുൽ മനാസിൽ, ദാത്തു ഇർഖ്, ഇതൊക്കെയാണ്. ഇനി അടുത്തത് ഇഹ്റാമിൻ്റെ കാലം അവിടെ ചോദിക്കുന്നുണ്ട്. ഇഹ്റാമിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സ്ഥലങ്ങളാണ്, ഇഹ്റാം ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. ഇനി അടുത്ത് പറയുന്നത് ഇഹ്റാം ചെയ്യേണ്ട കാലം, അഥവാ ഹജ്ജ് ഉംറക്കൊക്കെ ഉംറക്ക് പ്രത്യേകമില്ല, ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട കാലം എന്നാണ്. എല്ലാ സമയത്തും ഹജ്ജ് ചെയ്യാൻ പറ്റുമല്ലോ. ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കാലം 1 ഷവ്വാൽ മാസം, ഷവ്വാൽ, 2 ദുൽഖഅദ് അല്ലേ, ദുൽഖഅദ് മാസം, പിന്നെ 3 ദുൽഹിജ്ജ എന്ന് എഴുതിയത് ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസം. അപ്പോൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ, 10-ാം രാവ് വരെയാണ്. മനസ്സിലായോ? അപ്പോൾ അഥവാ ദുൽഹിജ്ജ 10 പറഞ്ഞ പെരുന്നാളായല്ലോ. അപ്പോൾ ഇഹ്റാമിൻ്റെ കാലം, ഇഹ്റാം ചെയ്യാനുള്ള കാലം ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ. അപ്പോൾ ഇതാണ് ഇഹ്റാമിൻ്റെ കാലം, അതും കൂടി ശ്രദ്ധിക്കുക. ഉംറക്ക് ചോദിക്കുകയാണെങ്കിൽ എന്തില്ല, ഉംറയുടെ ഇഹ്റാമിൻ്റെ കാലം ചോദിക്കുകയാണെങ്കിൽ പ്രത്യേക കാലമില്ല, അത് മനസ്സിലാക്കുക. ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പ്രത്യേക കാലമില്ല. എന്നാൽ ഇനി ഉംറയുടെ മീഖാത്തുകൾ ചോദിക്കുകയാണെങ്കിലോ, അപ്പോൾ ഇതന്നെയാണ്, ഈ പറഞ്ഞല്ലോ, ഈ 5 പറഞ്ഞല്ലോ, ഇതന്നെയാണ് ഉംറയുടെയും മീഖാത്തുകൾ ഇതന്നെയാണ്. അത് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. പുതിയ മോഡൽ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.